ഹായ് സ്റ്റുഡൻസ്, MBA സെക്കൻഡ് സെമ്മിലെ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിലെ മൊഡ്യൂൾ 3 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിസോഴ്സ് മാനേജ്മെൻറ്റ്. അപ്പോൾ എന്താണ് കപ്പാസിറ്റി പ്ലാനിങ്? കപ്പാസിറ്റി പ്ലാനിങ് എന്താണ് പറയുന്നതിൻ്റെ മുന്നേ എന്താണ് കപ്പാസിറ്റി എന്ന് നോക്കാം. കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കമ്പനിക്ക് എത്രത്തോളം പ്രൊഡക്ട്സ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ മേക്ക് ചെയ്യാൻ കഴിയുണ്ടോ ആ ഒരു അളവിനെയാണ് എന്തെന്ന് പറയുന്നത് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു കമ്പനീൻ്റെ നിശ്ചിത സമയം എന്ന് പറയുന്നത് ഒരു ദിവസമാണ്. അപ്പോൾ ഈ ഒരു ദിവസം ഇവർക്ക് 500 കേക്ക് ഉണ്ടാക്കാനാണ് കഴിയുക. അപ്പോൾ ഈ ഒരു 500 അളവ് അതിനെ തന്നെയാണ് എന്ത് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താണ് കപ്പാസിറ്റി പ്ലാനിങ്? ഇവിടെ മാർക്കറ്റിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് ഡിമാൻഡ് ഏത് രീതിക്കാണോ ആ രീതിയിൽ പ്രൊഡക്ഷൻ കൂട്ടണോ അല്ലെങ്കിൽ കുറക്കണോ എന്ന് തീരുമാനിക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ് എന്ത് കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഈ ഫെസ്റ്റിവൽ സീസണൊക്കെ ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ബേക്കറികളിൽ കേക്കിന് ഡിമാൻഡ് കൂടും. കേക്കിന് ഡിമാൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കണം. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു കേക്കിൻ്റെ ഓണർ ഇതറിഞ്ഞിട്ട് മുൻകൂറായിട്ട് എന്ത് ചെയ്യുന്നു, കുറേ കേക്ക് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കുന്നു. അതാണ് കപ്പാസിറ്റി പ്ലാനിങ്. അപ്പോൾ ഈ പ്ലാനിങ്ങിൻ്റെ 3 ടൈപ്സ് ഉണ്ട്. ലോങ് ടേം എന്ന് പറയുമ്പോൾ കുറേ സ്ട്രാറ്റജികൾ മേക്ക് ചെയ്യുക, ബിൽഡിംഗ് മേക്ക് ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ദെൻ മീഡിയം ടേം എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനിക്ക് വേണ്ട സ്റ്റാഫിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, റിക്രൂട്ട് ചെയ്യുക, അതുപോലെ ചെയ്യാം. ദെൻ ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ ഡെയിലി ആയിട്ടുള്ള ഓപ്പറേഷൻസിൽ എന്തെങ്കിലും ചേഞ്ചുകൾ വരുത്തുക, അതുപോലെ തന്നെ ഓരോ വർക്കേഴ്സിൻ്റെയും അലോക്കേറ്റിങ്ങിൻ്റെയും ഒക്കെ ഡിഫറെൻ്റ് ആക്കി കൊടുക്കുക. ഇതൊക്കെയാണ് പ്ലാനിങ്ങിൻ്റെ ടൈപ്സുകൾ. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റി ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഡിസൈൻ കപ്പാസിറ്റി അല്ലെങ്കിൽ മാക്സിമം കപ്പാസിറ്റി. ഫസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ രൂപേണ പറയാം. അതായത് ഒരു കമ്പനിയിൽ ഒരു തടസ്സങ്ങളും ഇല്ലാതെ നമുക്ക് അവിടെ പ്രൊഡക്റ്റ് ചെയ്യുന്നത് വളരെ സ്മൂത്തായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ആ ഒരു ഡേ നമുക്ക് 1000 പ്രൊഡക്ട്സ് പ്രൊഡക്ഷൻ ചെയ്ത് കിട്ടും. അതായത് കമ്പനിയിലുള്ള മെഷീൻസിന് ഒന്നും യാതൊരു തടസ്സങ്ങളും ഇല്ല. അപ്പോൾ അവിടെ ഒരു തടസ്സം ഇല്ലാതെ പ്രൊഡക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു തടസ്സമില്ലാതെ മാക്സിമം നമുക്ക് എത്ര പ്രൊഡക്റ്റ് വരെ കിട്ടും, 1000 പ്രൊഡക്റ്റ് വരെ കിട്ടും. അപ്പോൾ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു കമ്പനിക്ക് ഒരു തടസ്സങ്ങളും ഇല്ലാതെ കിട്ടുന്ന ഒരു അനുയോജ്യമായ സമയത്തിനുള്ളിൽ കിട്ടുന്ന ആ ഒരു പ്രൊഡക്ഷനാണ് കപ്പാസിറ്റി, അതായത് മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത് എഫക്റ്റീവ് കപ്പാസിറ്റി. ഇവിടെ നമുക്ക് തടസ്സങ്ങളൊന്നുമില്ല അങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടെ നമുക്കൊരു ദിവസം എങ്ങനെയാണ് ഇത്രയും പ്രൊഡക്ഷൻ കിട്ടുന്നത്? ഇവിടെ ലാബേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ബ്രേക്ക് ടൈം വേണം, ടീ ടൈം, ഇതൊക്കെ വേണം. ഇതിന് ശേഷം ഇതിന് ബ്രേക്ക് ടൈമും ടീ ടൈമും ഇതൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം അതുപോലെ തന്നെ മെഷീന് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് മെഷീന് കേടുപാടുകൾ വരാതെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓയിൽ ചെയ്തെടുക്കണം, ഇങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ലേബേഴ്സിൻ്റെ ബ്രേക്ക് ടൈമും മെഷീൻസിൻ്റെ ബ്രേക്ക് ടൈമും ഒക്കെ ഇതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ ഒരു അളവാണ് എഫക്റ്റീവ് കപ്പാസിറ്റി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു കമ്പനി അവിടുത്തെ മാനേജർ വിചാരിക്കുകയാണ് ഇവിടെയുള്ള ലാബേഴ്സിൻ്റെ ടീ ടൈമും ബ്രേക്ക് ടൈമും കഴിഞ്ഞിട്ട് മെഷീൻസിൻ്റെ മെയിൻ്റെനൻസ് ടൈമും കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഇത്ര ടൈം ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു ടൈമിനുള്ളിൽ അവർക്ക് 800 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ആ ഒരു അളവിനാണ് എഫക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തത് ആക്ച്വൽ ഔട്ട്പുട്ട്. അതായത് എല്ലാ സമയത്തും ഒരേപോലെ ആവണമെന്നില്ല. ഇപ്പോൾ ഒരു കമ്പനിയിൽ നല്ല 2 ലാബേഴ്സ് വരാതിരിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ 2 മണിക്കൂർ കറണ്ട് പോകുകയെന്നൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടാവും, അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയണം എന്നില്ല. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കമ്പനിയിൽ 2 മണിക്കൂർ കറണ്ടും പോയി ഏറ്റവും പ്രധാനപ്പെട്ട 2 ലാബേഴ്സ് വന്നിട്ടുമില്ല. ഇങ്ങനെയെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ആ പ്രൊഡക്ടിവിറ്റിനെ അഫക്റ്റ് ചെയ്യും. അതായത് നമ്മുടെ 1000 തടസ്സങ്ങളൊന്നും ഇല്ലാത്ത പോകുന്നത് 1000 എമൗണ്ട് കിട്ടുമായിരുന്നു. പക്ഷേ എഫക്റ്റീവായിട്ട് ഒരു 800 എണ്ണം കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കുറേ തടസ്സങ്ങൾ ഉണ്ടായത് കാരണം മേ ബി അത് 700 ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റി പ്ലാനിങ്. നെക്സ്റ്റ് ഒരു ടോപ്പിക്ക് റിസോഴ്സ് അലോക്കേഷൻ ആണ്. അപ്പോൾ റിസോഴ്സ്
അലോക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ റിസോഴ്സുകൾ ഉണ്ടാവും. ഈ റിസോഴ്സസുകൾ നമ്മൾ എന്ത് ചെയ്യണം? അലോക്കേറ്റ് ചെയ്യണം. അത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു, അതുപോലെ തന്നെ ഷെഡ്യൂളിങ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സാണ് എന്ത്? റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഏത് അനുയോജ്യമായ ജോലിക്കാണോ ഈ ഒരു റിസോഴ്സ് ആവശ്യമുള്ളത് ആ ഒരു ജോലിക്ക് റിസോഴ്സസ് കൊടുക്കാം. അതായത് ശരിയായ ജോലിക്ക് ശരിയായ റിസോഴ്സസ് കൊടുത്തിട്ട് ശരിയായ സമയത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു? അതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു റിസോഴ്സ് കാരണം ശരിയായ ജോലിക്ക് റിസോഴ്സസ് കൊടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? കോസ്റ്റ് കുറയുന്നു, പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ കഴിയുന്നു. ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ പറയാം. അതായത് ഒരു കോൺട്രാക്ടർ ഉണ്ടാകുന്നു. അപ്പോൾ അദ്ദേഹം ഒരു റോഡ് പണിയോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അവിടെ റിസോഴ്സ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അതായത് പണത്തിൻ്റെ കേസിലായിക്കോട്ടെ, സിമെൻറ്റ്, മണൽ, അങ്ങനെ ഇതിനാവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. പ്ലസ് എംപ്ലോയീസും ലേബേഴ്സും വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു. അതായത് ഇന്ന് ഒരു വർക്ക് ഉണ്ടാകുന്നു. ആ ഒരു വർക്ക് ചെയ്യേണ്ട വ്യക്തികൾക്കുള്ള ശരിയായ റിസോഴ്സസ് എന്ത് ചെയ്യുന്നു? ശരിയായ സമയത്ത് അവർക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു. ഇപ്പോൾ അതായത് അവിടെ വാർപ്പാണെന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ആ ഒരു ലേബേഴ്സിന് കൊടുത്തിട്ട് ആ ഒരു വർക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷമുള്ള വർക്കൊക്കെ പിറ്റേ ദിവസത്തിലോട്ട് മാറ്റി വെക്കുന്നു. അപ്പോൾ ശരിയായ ജോലിക്ക് ശരിയായ ആളുകളെ വെച്ച് ശരിയായ സമയത്ത് ശരിയായ റിസോഴ്സ് വെച്ചുകൊണ്ട് നമ്മൾ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കോസ്റ്റ് കുറയുകയും ചെയ്യും. പ്ലസ് എന്താകും? നമുക്ക് നല്ലൊരു പ്രൊഡക്ടിവിറ്റി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിനാണ് റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ടൈപ്സ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വർക്കിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വർക്കിന് ഒരു എംപ്ലോയി നമ്മൾ നിയമിക്കണം. ഇപ്പോൾ കോഡിങ് അറിയുന്ന ഒരു എംപ്ലോയി ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആ ഒരു ജോലിക്ക് തന്നെ നിയമിക്കണം. അപ്പോഴാണ് റിസോഴ്സ് അലോക്കേഷൻ ഫുൾഫിൽ ആവുക. ദെൻ ക്യാപിറ്റൽ റിസോഴ്സസുകൾ, അതായത് നമ്മുടെ ഒരു കമ്പനിയിലുള്ള പല ഡിപ്പാർട്ട്മെൻറ്റുകൾക്കായിട്ട് ബഡ്ജറ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു ഫേർണിച്ചർ വാങ്ങാൻ 5 ലക്ഷം, ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ 1 lakh, ഇങ്ങനെ നമ്മൾ ബഡ്ജറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ദെൻ ടെക്നോളജിക്കൽ, അതായത് നമ്മുടെ കമ്പനിയിലുള്ള എംപ്ലോയീസിന് നല്ല രീതിയിലോട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റം ബേസ്ഡ് ആയ ടെക്നോളജികൾസ് കുറേ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഇതാണ് റിസോഴ്സിൻ്റെ ടൈപ്സുകൾ. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. അതായത് ഒരു കമ്പനീൻ്റെ പ്രൊഡക്റ്റോ സേവനങ്ങൾക്കോ എത്രത്തോളം ആവശ്യക്കാരുണ്ടാകും എന്ന് നമ്മൾ പഴയ ഡാറ്റകൾ വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിലെ ട്രെൻഡ് അനുസരിച്ചിട്ടും ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. അങ്ങനെ എത്ര ആവശ്യക്കാരുണ്ടാവും എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ ഓൾറെഡി മേക്ക് ചെയ്ത് വെക്കുക, ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്തിട്ട്. ഈ ഒരു മെത്തേഡ് നമ്മൾ ശരിയായ രീതിക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഓവറായിട്ട് നമ്മൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് തടയാനും പറ്റും. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ഈ ഒരു പ്രൊഡക്റ്റ് ചോദിച്ചു വരുമ്പോൾ മേ ബി സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും. ഇത്തരം സിറ്റുവേഷനുകളിൽ നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് നല്ല രീതിക്ക് നോക്കുകയെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഔട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ മാറ്റിക്കാണ്ട് അവിടെ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു അംബ്രലേൻ്റെ ഷോപ്പ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു? ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇയാളെ പ്രീവിയസ് സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ട് ഏത് മന്തിലാണ് കൂടുതൽ സെയിൽസ് വന്നതെന്നൊക്കെ നോക്കുമ്പോൾ മഴക്കാലത്താണ് കൂടുതൽ സെയിൽസ് വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? മുൻകൂറായിട്ട് അത്യാവശ്യം പ്രൊഡക്ഷൻ ചെയ്യുന്നു അവരുടെ പ്രൊഡക്റ്റ്. കാരണം അത് വാങ്ങാൻ ആ സീസണിലെ ആളുകളുണ്ട്. അപ്പോൾ അതിനാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. അതിൽ മാർക്കറ്റ് റിസർച്ച്, അതായത് കൺസ്യൂമർ സർവേ മെത്തേഡ്. അതായത് നമ്മൾ കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രൊഡക്ട്സുകളൊക്കെ തന്നെയാണോ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് കസ്റ്റമേഴ്സ് നേരിട്ട് പോയിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നു? അന്വേഷിക്കുന്നു. സർവേ വഴി അവരോട് അന്വേഷിക്കുന്നു. ഒരു എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഫസ്റ്റ് കസ്റ്റമേഴ്സിനെ അനലൈസ് ചെയ്തിട്ട് അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർക്ക് എങ്ങനത്തെ തരത്തിലുള്ള പ്രൊഡക്റ്റാണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ആ രീതിക്കുള്ളത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡെൽഫി മെത്തേഡ് എന്ന് പറയുമ്പോൾ കുറേ എക്സ്പേർട്സിനോട് ചോദിച്ചിട്ട് അവരെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നു. ദെൻ എക്സ്പേർട്ട് ഒപ്പീനിയൻ, ഈ ഡീലേഴ്സ്, മാനേജേഴ്സ്, അത്യാവശ്യം സെയിൽസ് എംപ്ലോയീസ്, സെയിൽസ് മാനേജേഴ്സ്, ഇവരോടൊക്കെ അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാം. ദെൻ മാർക്കറ്റ് ടെസ്റ്റ് മെത്തേഡ്, നമ്മളൊരു പ്രൊഡക്റ്റ് ഉത്ഭവിച്ച് കഴിഞ്ഞാൽ അത് ചെറിയൊരു മാർക്കറ്റിൽ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വലിയ മാർക്കറ്റിലോട്ട് ഫോർകാസ്റ്റ് ചെയ്യാം.
ദെൻ ട്രെൻഡ് പ്രൊജക്ഷൻ. നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, മുമ്പത്തെ ഡാറ്റ എടുത്ത് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുക. ട്രെൻഡുകൾ എന്തൊക്കെയാണ്, എവിടേക്കാണ് ഡിമാൻഡ് ഫോർകാസ്റ്റ് വരുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യുക. ദെൻ ബാരോമെട്രിക് മെത്തേഡ്, അതായത് ഇവിടെ ഓരോ വ്യക്തികളുടെ ഇൻകം ബേസ് മാറുന്നതനുസരിച്ച് പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൻ്റെ മെത്തേഡ്സ്. നെക്സ്റ്റ് വെൻഡർ സെലക്ഷൻ ആൻഡ് റേറ്റിംഗ്. അതായത് നമ്മുടെ ബിസിനസ്സിലോട്ട് നമ്മൾ അവിടെ പ്രൊഡക്ട്സുകളും സർവീസുകളൊക്കെ മേക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസൊക്കെ എത്തിച്ച് തരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സപ്ലയറിനെ കുറച്ച് മാനദണ്ഡങ്ങൾ, അതായത് ക്രൈറ്റീരിയ യൂസ് ചെയ്ത് കണ്ട് കുറച്ച് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സപ്ലയർ നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അതിനെയാണ് വെൻഡർ സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ക്രൈറ്റീരിയകൾ ഏതൊക്കെയെന്നാണ്, അതായത് ക്വാളിറ്റിൻ്റെ കേസിൽ അദ്ദേഹം കൊണ്ടുവരുന്ന റോ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഗുഡ് റേറ്റിലായിരിക്കണം. പിന്നെ കോസ്റ്റ് വളരെ ചെറിയ രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെണ്ടറിനായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡെലിവറി ഒക്കെ കൃത്യസമയത്ത് പറഞ്ഞ പോലെ കൊണ്ടുതരുന്ന ഒരാളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയെന്ന് പറയുമ്പോൾ ഐഡൻറ്റിഫൈ നീഡ്സ്, അതായത് നമുക്കിപ്പോൾ എന്ത് റോ മെറ്റീരിയലാണ് ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് എത്രത്തോളം വേണം, ഏത് ക്വാളിറ്റിയിലുള്ളത് വേണം എന്നുള്ളത് മനസ്സിലാക്കാം. ദെൻ മാർക്കറ്റ് റിസർച്ച്, എന്നിട്ട് ഇത് നമുക്ക് കൊണ്ടുതരാൻ വേണ്ടിയിട്ട് ഒരു സപ്ലയറിന് ആവശ്യം നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് അനലൈസ് ചെയ്യാം. ദെൻ റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ, നമ്മൾ കുറച്ച് സപ്ലയേഴ്സിനെ കണ്ടു വെച്ചിട്ടുണ്ടാവും, അവർക്ക് ഈ പ്രപ്പോസൽ അയക്കുക. ദെൻ പ്രിലിമിനറി സ്ക്രീനിങ്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ആദ്യ ഘട്ടത്തിലത്തെ ഓരോ സപ്ലയേഴ്സിനും നമ്മളൊന്ന് വിലയിരുത്തുക. അതിനുശേഷം ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ, നമ്മൾ വിലയിരുത്തിയിരുന്ന് അവരിൽ നിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സപ്ലയേഴ്സിനും ഡീറ്റെയിൽഡ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. അതിനുശേഷം കോൺട്രാക്ട് നെഗോഷിയേഷൻ ആൻഡ് ഓൺ ബോർഡിങ്, അങ്ങനെ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തു, എന്നിട്ട് അദ്ദേഹമായിട്ട് സംസാരിച്ച് വിലയൊക്കെ പറഞ്ഞ് ഉറപ്പിക്കുക. എന്നിട്ട് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുക. അതിലെന്ത് ചെയ്യുന്നു, എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ പിഴ അടക്കേണ്ട കാര്യങ്ങളും ഒക്കെ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് വെൻഡർ സെലക്ഷൻ്റെ പ്രോസസ്സ്. നെക്സ്റ്റ് വെൻഡർ റേറ്റിംഗ് ക്രൈറ്റീരിയാസ്, അതായത് വെൻഡറിനെ നമ്മൾ പല രീതിക്ക് റേറ്റ് ചെയ്യുന്നു. ഒന്ന് ക്വാളിറ്റി, അതായത് അദ്ദേഹം കൊണ്ടുവരുന്ന ക്വാളിറ്റി ഉണ്ടാവുമല്ലോ, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ബേസിൽ നമ്മൾ കൂടുതൽ അയാളെ റേറ്റ് ചെയ്യണത്. അതായത് 30% 40% വരെ ക്വാളിറ്റിൻ്റെ ബേസിലാണ് നമ്മൾ റേറ്റ് ചെയ്യാം. അതായത് കൊടുന്നു വന്ന ക്വാളിറ്റീസ്, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അടിപൊളിയാണോ, എത്ര ഡിഫക്റ്റ് ഉണ്ടായിരുന്നോ, എത്ര എണ്ണം കൊണ്ടുവരാതെ വന്നോ എന്നുള്ള കേസൊക്കെ നോക്കുന്നത് ഈ ഒരു ക്വാളിറ്റീൻ്റെ ബേസിലാണ്. ദെൻ കോസ്റ്റ് അറിയുമ്പോൾ 20% 30%, ആ ഓരോ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റും അതുപോലെ തന്നെ അവരുടെ വണ്ടി ചെലവിൻ്റെ കോസ്റ്റും ഒക്കെ ഇതിൽ ഉൾപ്പെടും. ദെൻ ഡെലിവറി അറിയുമ്പോൾ 20 to 25%, അതായത് കൃത്യസമയത്ത് തന്നെ ഡെലിവറി ആക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കും. ദെൻ സർവീസ് അറിയുമ്പോൾ 10 to 15, അതായത് ഇൻ കേസ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സൗകര്യത്തിന് അവർ കൊടുന്നു തരുന്നുണ്ടോ എന്നുള്ള സർവീസൊക്കെ ഉണ്ടോ നോക്കുന്നു. അപ്പോൾ ഇതാണ് വെൻഡർ റേറ്റിംഗിൻ്റെ ക്രൈറ്റീരിയ. നെക്സ്റ്റ് വണ്ടർ റേറ്റിംഗ് മോഡൽസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ വെയ്റ്റഡ് ഫാക്ടർ അപ്രോച്ച്, അതായത് ഇവിടെ ഒരു വണ്ടറിൻ്റെ ക്വാളിറ്റി നോക്കും. ക്വാളിറ്റിക്ക് 35%, അദ്ദേഹത്തിൻ്റെ കോസ്റ്റിന് 25%, സർവീസിന് 25%, അതുപോലെ തന്നെ ഡെലിവറിക്ക് ഇത്ര ശതമാനം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പെർസെൻറ്റേജ് കണക്കിൽ എന്ത് ചെയ്യുന്നു, അവർ റേറ്റ് ചെയ്യുന്നു. അങ്ങനെ എല്ലാ കിട്ടിയ ഓരോ അടിസ്ഥാനത്തിൻ്റെ ബേസിലും കിട്ടിയിട്ടുള്ള മാർക്കിനെ കൂട്ടിയിട്ട് കാണിക്കുന്നതാണ് എന്ത്, വെയ്റ്റഡ് ഫാക്ടർ അപ്രോച്ച്. രണ്ടാമത് കാറ്റഗറിക്കൽ റേറ്റിംഗ് ആണ്. ഇത് സാധാരണ രീതിയാണ്, അതായത് ഒരു വെണ്ടറിൻ്റെ എല്ലാ കാര്യങ്ങളും ഓരോ റേറ്റിംഗ് ബേസിലും, അതായത് അദ്ദേഹം ഇന്നൊരു കാര്യം ചെയ്താൽ അതിന് 5 മാർക്ക്, ക്വാളിറ്റിയുടെ ബേസിൽ 4 മാർക്ക്, 3 മാർക്ക്, ഇങ്ങനെ ഓരോ മാർക്ക് അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്താം. ദെൻ കോസ്റ്റ് റേഷ്യോ മെത്തേഡ്, ഇവിടെ എന്താ പറയണത്, യൂണിറ്റ് പ്രൈസ്, അതായത് വെണ്ടർ കൊണ്ടുവരുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ യൂണിറ്റ് പ്രൈസും അതേക്ക് പ്ലസ് ക്വാളിറ്റി പ്രൈസ് ഇതും കൂട്ടുക. ദെൻ ഡെലിവറി കോസ്റ്റും കൂട്ടുക. അപ്പോൾ ക്വാളിറ്റി പ്രൈസ് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും ഉണ്ടാകുന്ന ആ ഒരു പ്രൈസ് കൂട്ടണം. അതുപോലെ തന്നെ ഡെലിവറി കോസ്റ്റ്, അതായത് മേ ബി ഡെലിവറി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ലാഗ് എടുക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റും ഒക്കെ പാടെ കൂട്ടിയിട്ടാണ് ഇവിടെ നമുക്ക് വെൻഡറിങ്ങിന് റേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ 3 മോഡൽസാണ് വെൻഡറിങ്ങിന് റേറ്റ് കൊടുക്കാനുള്ളത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ്. അതായത് നമ്മുടെ കമ്പനിയിൽ ഒരു പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ റോ മെറ്റീരിയൽസ്, വർക്കിംഗ് പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ് ഇതൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഇതിനൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകും.
അതിനാണ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് സ്റ്റോക്ക് കൂടുതൽ ആവശ്യമുള്ള സമയത്ത് ഇങ്ങനെ നമ്മൾ അനാവശ്യമായിക്കാണ്ട് ഒരു ഇൻവെൻ്ററി വേസ്റ്റ് ആക്കാതെക്കാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് റോ മെറ്റീരിയൽസ് അവൈലബിൾ ആകുന്നു. ഓക്കെ, അപ്പോൾ ഈ റോ മെറ്റീരിയൽസും ഫിനിഷ്ഡ് ഗുഡ്സും വർക്ക് ഇൻ പ്രോഗ്രസ്സും ഇതിനൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇൻവെൻ്ററി മാനേജ് ചെയ്യുന്നു. ഇത് ഇൻവെൻ്ററി മാനേജ്മെൻറ്റിൽ വരുന്ന ഒന്നാമതാണ് P&Q സിസ്റ്റം. അതിൽ Q എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. Q സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഓർഡർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഫസ്റ്റ് ഉദാഹരണം പറയാം. അതായത് ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ടാകുന്നു. ആ ഒരു മൊബൈൽ ഷോപ്പിൽ അവിടുത്തെ ഫോണിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 20 അത് റീ ഓർഡർ പോയിന്റിലോട്ട് എത്തി. അതായത് 15 ചിലവായി, ബാക്കി 5 ഫോണേ ഉള്ളൂ. അങ്ങനെ താഴോട്ട് വന്നു. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു, വീണ്ടും 20 ഫോൺ ഓർഡർ ചെയ്യുന്നു. അത് നമ്മൾ കടയിലെത്തുന്നു. അത് വീണ്ടും റീ ഓർഡർ പോയിന്റിലോട്ട് എത്തുമ്പോൾ വീണ്ടും 20 ഫോൺ ഓർഡർ ചെയ്യുന്നു. അങ്ങനെ ഇവിടെ ക്യൂ സിസ്റ്റത്തിൽ എന്താണ്, നമ്മുടെ പ്രൊഡക്റ്റ് എപ്പോഴാണോ കഴിയാനാവണ ആ ഒരു സിറ്റുവേഷൻ വരുന്നത് ആ ഒരു ടൈമിലായിരിക്കും നമ്മൾ ഇവിടെ സ്റ്റോക്ക് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുക. പക്ഷെ നമ്മൾ ഏത് ടൈമിൽ റീസ്റ്റോക്ക് ചെയ്യുമ്പോഴും ഒരേ സെയിം എണ്ണ ആയിരിക്കും നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, റീസ്റ്റോക്ക് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം 20, ഒരു പ്രാവശ്യം 30, അങ്ങനെയല്ല. നമ്മൾ എപ്പോഴും ഓർഡർ ചെയ്യുമ്പോൾ ആ ഒരു സെയിം എണ്ണ ഇക്കാരം. അതായത് ഇപ്പോൾ ഒരു മാസം 20 ആണെങ്കിൽ പിടുത്ത മാസം 20, അങ്ങനെ സെയിം എണ്ണ ആയിരിക്കും. അതാണ് ക്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ടാമത് പേ സിസ്റ്റം, ഫിക്സഡ് പീരിയഡ് ക്വാണ്ടിറ്റി. ഇവിടെ പറയണത് ഒരു ഉദാഹരണം വെച്ച് പറയാം. ഒരു സൂപ്പർ മാർക്കറ്റിലുള്ള മാനേജർ എന്ത് ചെയ്യാണ്, അവിടെ ഓരോ മാസം 1-ാം തീയതി അവിടെ അരിൻ്റെ സ്റ്റോക്ക് എത്ര ഉണ്ട് നോക്കുന്നു. അങ്ങനെ ഈ ഒരു സൂപ്പർ മാർക്കറ്റിലെ മാനേജർ ഓരോ ദിവസവും ഇത്ര ചാക്ക്, ഇപ്പോൾ ഒരു മാസം ആദ്യത്തെ ഒരു മാസം 1-ാം തീയതി 10 ചാക്ക് സ്റ്റോക്ക് റീസ്റ്റോക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ മാസം 1-ാം തീയതി 15 ചാക്ക് റീസ്റ്റോക്ക് ചെയ്യുന്നു. ഇവിടെ എന്താണ്, നമ്മൾ ക്വാണ്ടിറ്റി എത്ര നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു മാസം 20 ആണെങ്കിൽ മറ്റേ മാസം 10 ആവാം. അങ്ങനെ ക്വാണ്ടിറ്റി നമുക്ക് എത്ര ആണെങ്കിലും റീസ്റ്റോക്ക് ചെയ്യാം. പക്ഷേ ആ ഒരു പീരീഡ്, ഇപ്പോൾ ഈ ഒരു മാസം 1-ാം തീയതി ആണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത മാസം 1-ാം തീയതി റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ പീരീഡ് ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് P&Q സിസ്റ്റം. നെക്സ്റ്റ് സ്റ്റോക്ക് ലെവലാണ്. അതിൽ ഫസ്റ്റ് വൺ മിനിമം സ്റ്റോക്ക് ലെവല്. ഇവിടെ ഒരു കമ്പനീൻ്റെ പ്രവർത്തനം തടസ്സമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരം മിനിമം സ്റ്റോക്ക് ലെവൽ യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ നമുക്ക് ഓൾറെഡി ഇത്ര സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ടാകും. ഫോർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ കുറച്ച് മിനിമലായിട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റോക്ക് എടുത്ത് വെക്കുന്നു. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഹോട്ടലിൽ ഒരു ദിവസം 10 ഗ്യാസാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇൻ കേസ് എന്ത് ചെയ്യുന്നു, 1 വീക്കിൽ 10 ഗ്യാസാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ഗ്യാസ് എക്സ്ട്രാ വെക്കും. കാരണം ഇൻ കേസ് എങ്ങാനും ആ ഒരു ഗ്യാസ് കഴിയാന്നുണ്ടെങ്കിൽ അത് അവരുടെ കമ്പനീൻ്റെ പ്രവർത്തനത്തെ ബാധിക്കാൻ പാടില്ല, അതിന് വേണ്ടിയിട്ട്. രണ്ടാമത് മാക്സിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എത്രത്തോളം പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റുമോ അത്രയും നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഒരു എക്സാമ്പിൾ രൂപേണ പറയാം. അതായത് ഒരു ക്ലോത്തിങ് ബ്രാൻഡ്, അവിടെ നമുക്ക് 2000 ഷർട്ടാണ് ആ ഒരു കമ്പനീൻ്റെ ഗോഡൗണിൽ എടുത്തേക്കാൻ പറ്റുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ കൊണ്ട് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ 5000 ഷർട്ട് എടുത്തേക്കാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഗോഡൗൺ നമുക്ക് വാങ്ങേണ്ടി വരും. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സ്റ്റോക്ക് ആവും ചെയ്യും. അതുപോലെ തന്നെ ഓവർ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പ്രൊഡക്ട്സ് കേടാവാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ മാക്സിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു അളവിലുള്ളൊരു മാക്സിമം ലെവൽ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ആവാൻ പാടില്ല. അപ്പുറത്തേക്ക് ആയാൽ മേ ബി അത് ഓവർ സ്റ്റോക്ക് ആയിട്ട് കേടാവാനും ഗോഡൗണൊക്കെ എടുത്ത് കൂടുതൽ ഫണ്ട് നഷ്ടമാവാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് റീ ഓർഡർ ലെവലാണ്. അതായത് റീ ഓർഡർ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ലീഡ് ടൈം ഉണ്ടാവുമല്ലോ. ഇപ്പം നമ്മൾ ഒരു പ്രൊഡക്റ്റ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഓർഡർ കൊടുക്കുന്ന സമയം മുതൽ അത് നമ്മുടെ കയ്യിൽ ഓർഡർ ആവുന്ന സമയം വരെ, അതാണ് റീ ഓർഡർ ലെവൽ എന്ന് പറയുന്നത്. അതിന് പുറമെ അതിൻ്റെ ഒരു എക്സാമ്പിൾ രൂപേണ പറയാം. ഇപ്പോൾ ഒരു ഷോപ്പ് കീപ്പർ ഒരു ദിവസം 20 പാക്കറ്റ് പാലാണ് വിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സപ്ലയർ എന്ന് പറയുമ്പോൾ ഈ 20 പാക്കറ്റ് പാല് 3 ദിവസമാണ്
ഓരോ ദിവസം 20 പാക്കറ്റാണ് വിൽക്കുന്നത്. അപ്പോൾ 3 ദിവസമാവും കടയിൽ ഈ പാല് വിൽക്കാൻ വേണ്ടി എടുക്കുക. അപ്പോൾ ടോട്ടൽ ഇയാൾക്ക് ശരിക്കും വേണ്ടത് 3 ദിവസമാണ്. ഈ 3 ദിവസത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 60 പാക്കറ്റാണ് ഈ ഒരു സപ്ലൈ വരുന്ന വരെ ഇദ്ദേഹത്തിന് കടയിൽ പാല് വേണ്ടത്. ഇനി ഇൻ കേസ് ഈ പാൽ അധികം വിറ്റ് പോകുന്നുണ്ടെങ്കിൽ ഒരു മിനിമം ലെവലിൽ നമ്മൾ സേഫ്റ്റിക്ക് പാല് കുറച്ച് എടുത്തു വെക്കണം. അപ്പോൾ നമ്മൾ പ്ലസ് ഒരു 10 പാക്കറ്റ് കൂടിയും എടുത്തു വെക്കും. അപ്പോൾ ഇവിടെ ടോട്ടൽ ഈ 60 + 70 പാക്കറ്റാണ്. ഇതാണ് റീ ഓർഡർ ലെവല്. അതായത് നമ്മൾ ഒരു ഓർഡർ കൊടുത്ത് ആ ഒരു ഓർഡർ ഇവിടത്തിന് വരെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സ്റ്റോക്ക്, അതാണ് റീ ഓർഡർ ലെവൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡേഞ്ചർ സ്റ്റോക്ക് ലെവൽ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ സ്റ്റോക്ക് ചെയ്യാതിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ്. അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് മേ ബി നമ്മൾ എന്തെങ്കിലും സ്റ്റോക്ക് വിട്ട് പോവേ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവിടെ സ്റ്റോക്ക് കിട്ടാനില്ലാത്ത സിറ്റുവേഷൻ, നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും ഈ ഒരു സ്റ്റോക്കിൻ്റെ കാര്യം നോക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് കിട്ടാനില്ല, ഇതിൻ്റെ സ്റ്റോക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, അത് ഏറ്റവും ഡേഞ്ചർ സിറ്റുവേഷൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സപ്ലയേഴ്സിനെ വിളിച്ചാൽ ഒരു പ്രൊഡക്റ്റ് കിട്ടാനൊന്നും നമുക്ക് സമയമില്ലാത്തത് കാരണം നമ്മൾ മേ ബി ഇരട്ടി വരെ കൊടുത്തിട്ട് ആ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യും. അപ്പോൾ അത് ഡേഞ്ചർ ലെവലാണ്. അപ്പോൾ ഇതാണ് സ്റ്റോക്ക് ലെവൽസിൽ വരുന്നത്. നെക്സ്റ്റ് സേഫ്റ്റി സ്റ്റോക്കാണ്. ഉദാഹരണം രൂപേണ പറയാം. അതായത് ഒരു കടയിൽ ഒരു ദിവസം 10 പാക്കറ്റ് പാലാണ് വിൽക്കുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം എന്തെങ്കിലും ഹർത്താൽ കാരണോ അല്ലെങ്കിൽ വണ്ടീൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണോ സപ്ലയർ ആ ദിവസം പാലെത്തിക്കാൻ നേരം വൈകുകയാണ് എന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനെ നിരാശപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അവർ എക്സ്ട്രാ 5 പാല് സേഫ്റ്റിക്ക് വേണ്ടി എടുത്തു വെക്കുന്നു. അപ്പോൾ സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ ഒന്നെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലെ ഡിമാൻഡ് കൂടിയത് കാരണമാവാം. കസ്റ്റമേഴ്സ് ഈ ഒരു പ്രൊഡക്റ്റ് അന്വേഷിച്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് എടുത്തു കൊടുക്കുക. അവിടെ മേ ബി സ്റ്റോക്ക് കുറവായിരിക്കും, പക്ഷെ സേഫ്റ്റിക്ക് നമ്മൾ കുറച്ച് സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നു. അതാണ് സേഫ്റ്റി സ്റ്റോക്ക് ലെവല്. നെക്സ്റ്റ് ഇൻവെൻ്ററി കൺട്രോൾ ടെക്നിക്സുകളൊക്കെയാണ്. അതിൽ ഫസ്റ്റ് വൺ ABC അനാലിസിസ് ആണ്. അതായത് ഇവിടെ ഇൻവെൻ്ററീസിനെ അതിൻ്റെ മൂല്യത്തിൻ്റെ വാല്യൂസിൻ്റെ ബേസിൽ ഡിവൈഡ് ചെയ്യുക. എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല കോസ്റ്റ് ഏറിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, ഒരു റോ മെറ്റീരിയൽ ആയിരിക്കും. ഇവിടെ നമുക്ക് കിട്ടാൻ ഇവിടെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും ഇതിൻ്റെത്, പക്ഷെ നല്ല മൂല്യം ഉണ്ടാവും. അതേപോലെ തന്നെ B എന്ന് പറയുമ്പോൾ ഇടത്തരം വാല്യൂ ഉള്ള ഇടത്തരം രീതിക്ക് ഒരു കോസ്റ്റ് വരുന്ന ടൈപ്പ് ഓഫ് റോ മെറ്റീരിയൽസ് ആണ് അവിടെ ഉണ്ടാവുക. C എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, എപ്പോഴും അവൈലബിൾ ആയിരിക്കും അത്തരം പ്രൊഡക്ട്സ്, അതുപോലെ വിലയും കുറവായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സ്വർണ്ണക്കടയിലോട്ട് പോവുകയാണ്. അവിടെ സ്വർണ്ണങ്ങളൊക്കെയാണ് ഈ സ്വർണ്ണങ്ങൾ, ഡയമണ്ട്, ഇതൊക്കെയാണ് A കാറ്റഗറിയിൽ വരുന്നത്. ഹൈ കോസ്റ്റും എന്നാലോ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. ദെൻ B എന്ന് പറയുമ്പോൾ ഈ വെള്ളി ആഭരണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ റേറ്റ് കുറവാണ്, ഒരു മോഡറേറ്റ് റേറ്റിലാണല്ലോ, അതാണ് B ആയിട്ട് വരുന്ന സ്റ്റോക്കാണ്. ദെൻ C എന്ന് പറയുമ്പോൾ ആ ഒരു സ്വർണ്ണക്കടയിൽ ഉണ്ടാവുന്ന ഡെക്കറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇത് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടും ചെയ്യും, അതുപോലെ തന്നെ കോസ്റ്റ് വളരെ കുറവായിരിക്കും. അതാണ് അപ്പോൾ ABC അനാലിസിസ് വരുന്നത്. രണ്ടാമത്തത് VED അനാലിസിസ്, വൈറ്റൽ, എസെൻഷ്യൽ, ഡിസറബിൾ. വൈറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ആ ഒരു സാധനം പ്രൊഡക്റ്റ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സാധനം കിട്ടാതെ അവിടെ ഒന്നും മൂവ് ചെയ്യാൻ പറ്റൂല, ആ ഒരു പണി പിന്നെ തുടങ്ങാൻ പറ്റൂല. നെക്സ്റ്റ് എസെൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇവിടെ ആ ഒരു പ്രൊഡക്റ്റ് നിർബന്ധമാണ്, പക്ഷെ അതില്ലെങ്കിലും കുറച്ച് നേരം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഡിസർബിൾ എന്ന് പറയുമ്പോൾ അതോടെ നമുക്ക് ഒരു ആവശ്യമില്ല, അതില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ദെൻ FSN അനാലിസിസ്, ഫാസ്റ്റ് മൂവിങ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കൊടുത്ത വെച്ച സ്റ്റോക്ക് പെട്ടെന്ന് മൂവ് ചെയ്യണ ഒരുതരം സ്റ്റോക്കാണ്. പിന്നെ സ്ലോ മൂവിങ്, അതായത് ചെറിയ രീതിക്ക് കുറച്ച് മൂവ് ചെയ്യണത്. ദെൻ അത് ഫാസ്റ്റ് മൂവിങ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ള പ്രൊഡക്ട്സുകൾ, ഇപ്പോൾ ഈ പാലിതൊക്കെ എല്ലാവർക്കും ആവശ്യമാണ്, അപ്പോൾ അത് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. സ്ലോ മൂവിങ് എന്ന് പറയുമ്പോൾ ഈ സീസണിൽ വരുന്ന പ്രൊഡക്ട്സ് ആണ്, അതൊക്കെ നമുക്ക് സീസണിൽ മാത്രമേ ആവശ്യമുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം ആവശ്യമില്ല, അപ്പോൾ സ്ലോ മൂവിങ്. നോൺ മൂവിങ് എന്ന് പറയുമ്പോൾ അത് ആവശ്യമില്ലാത്ത എന്നോ കിടക്കുന്ന സാധനങ്ങളായിരിക്കും, അത് നമുക്കിവിടെ മൂവേ ചെയ്യൂല. ദെൻ നെക്സ്റ്റ് വരുന്നത് SDE അനാലിസിസ് ആണ്. S എന്ന് പറയുമ്പോൾ സ്കേഴ്സി, നമുക്ക് ഈ ഒരു സ്റ്റോക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, അത്തരം സ്റ്റോക്കിനാണ് സ്കേഴ്സി എന്ന് പറയുന്നത്. ഡിഫിക്കൽറ്റി അറിയുമ്പോൾ ഇവിടെയും ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ സ്കേഴ്സിൻ്റെ അത്രക്ക് വരില്ല.
ദെൻ ഈസിയർ, ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈസിയർ ആയിട്ട് സാധനം അവൈലബിൾ ആക്കും. ഇപ്പോൾ സ്കേഴ്സിക്ക് ഉദാഹരണം പറയാനുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അവിടെ നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഇതും എന്താണ്, ഇൻവെൻ്ററി കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടെക്നിക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ പറയാം, എന്നിട്ട് ഇതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് പറയാം. അതായത് ഇപ്പോൾ നമ്മൾ അവിടെ ഒരു സ്റ്റോക്ക് വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കമ്പനി ആകുമ്പോൾ അവിടെ നമുക്ക് 12,000 യൂണിറ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ 12,000 യൂണിറ്റ് നമുക്ക് ഒരു കൊല്ലത്തിനാണ് ഒരു ആവശ്യം വരുന്നത്. അപ്പോൾ ഈ ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ ഇത് ചെറിയ ചെറിയ യൂണിറ്റ്സ് ആയിട്ട് നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് കുറേ പ്രാവശ്യം ഓർഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഓർഡറിങ് കോസ്റ്റ് കൂടുതലാവുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇൻ കേസ് ഈ 12,000 യൂണിറ്റ് നമ്മൾ ഒറ്റയടിക്ക് ഓർഡർ ചെയ്യാന്നുണ്ടെങ്കിൽ അത്രയും യൂണിറ്റ്സ് വരുമ്പോൾ അത് നമുക്ക് ഗാർബേജിൽ സ്റ്റോറേജ് ചെയ്ത് വെക്കണമെങ്കിൽ അവിടെ ഒരു ഹൈ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ രണ്ട് രീതിക്ക് നോക്കുമ്പോഴും നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സുകൾ നമ്മൾ ഓർഡറിങ് കോസ്റ്റ്, അതായത് ഓർഡറിങ് കോസ്റ്റും സ്റ്റോറേജ് കോസ്റ്റും കുറച്ച് കണ്ട് നമുക്ക് താങ്ങാൻ കഴിയുന്ന രീതിക്കുള്ളൊരു എമൗണ്ട് ആയ രീതിക്ക് കിട്ടുന്ന രീതിയിൽ ചെയ്യുന്ന ഓർഡറിനെയാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് അഗ്രിഗേറ്റീവ് പ്ലാനിങ്. ഫസ്റ്റ് ഒരു ഉദാഹരണം വെച്ച് പറയാം. അതായത് ഇപ്പോൾ നമ്മളൊരു ഐസ്ക്രീം കമ്പനി എടുക്കാം. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, അതായത് വേനൽക്കാലത്താണ് അവിടെ കൂടുതൽ ചിലവായി പോകുന്നത്. അതായത് ഇപ്പോൾ വേനൽക്കാലത്ത് 10,000 യൂണിറ്റ്സ് ചിലവാകുണ്ടാവും, 10,000 ഐസ്ക്രീം വിറ്റ് പോകുന്നുണ്ട്. പക്ഷെ മഴക്കാലത്ത് ആ ഒരു ഐസ്ക്രീം 4,000 അവിടെ എന്തേ ഉള്ളൂ വിറ്റ് പോവുള്ളൂ. അപ്പോൾ കമ്പനിക്കാർ തീരുമാനിക്കണം എന്ത്, വേനൽക്കാലത്ത് കുറേ തൊഴിലാളികളെ ഇതിലോട്ട് നിയമിക്കണോ, സ്റ്റോക്ക് കുറേ പ്രൊഡ്യൂസ് ചെയ്യണോ, എത്രത്തോളം സേഫ്റ്റി സ്റ്റോക്ക് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, എത്രത്തോളം വേണം എന്നുള്ളത് ഇവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ എന്താണ് അഗ്രിഗേറ്റ് പ്ലാനിങ് എന്ന് നോക്കാം. അതായത് ഈ ഒരു കമ്പനീൻ്റെ 3 മാസം മുതൽ 18 മാസം വരെയുള്ള ആ ഒരു മീഡിയം ടേമാണ് ഇവിടെ വരുന്നത്. നമ്മൾ തുടക്കം മുതലല്ല, 3 മാസം മുതൽ 18 മാസം വരെയുള്ള ആ ഒരു മീഡിയം ടേമിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഏതൊക്കെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക, പ്ലാൻ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് അഗ്രിഗേറ്റീവ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനൊരു പ്ലാനിങ് ഉണ്ടാക്കുന്ന സമയത്ത്. അതായത് ഈ ഒരു സമയത്ത് എത്രത്തോളം തൊഴിലാളികൾ വേണം എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. അതുപോലെ തന്നെ എത്ര പ്രൊഡക്റ്റ് നമ്മൾ നിർമ്മിക്കണം, എത്ര സ്റ്റോക്ക് നമ്മൾ സൂക്ഷിച്ച് വെക്കണം എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്യുന്നതാണ് അഗ്രിഗേറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സ്ട്രാറ്റജിയാണ്. ഫസ്റ്റ് സ്ട്രാറ്റജി പറയുന്നത് ചേസ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ രൂപേണ പറയാം. അതായത് ഇപ്പോൾ ഒരു കമ്പനി ഫാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ വേനൽക്കാലത്ത് ഫാനിൻ്റെ പ്രൊഡക്ഷൻ ഡിമാൻഡ് കൂടും. അപ്പോൾ ആ ഒരു സമയത്ത് 5,000 ഫാൻ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ തണുപ്പ് കാലത്ത് ഫാനിൻ്റെ ബൈങ് കുറയും, ഡിമാൻഡ് കുറയും. അപ്പോൾ 2,000 മാറും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഡിമാൻഡ് കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ തൊഴിലാളികളെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഡിമാൻഡ് കുറയുമ്പോൾ ആ ഒരു തൊഴിലാളികളെ നമ്മൾ അവിടെ നിന്ന് പിരിച്ചുവിടുന്നു. അപ്പോൾ അതാണ് ചേസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. മാർക്കറ്റിലെ കസ്റ്റമേഴ്സിൻ്റെ താല്പര്യം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണത്. അപ്പോൾ ഇവിടെ തൊഴിലാളികളെ നമ്മൾ ആവശ്യം ഉണ്ടാകുമ്പോൾ നിയമിക്കുകയും ചെയ്യും, ഡിമാൻഡ് കുറയുമ്പോൾ അവരെ ഒഴിവാക്കുകയും ചെയ്യും. രണ്ടാമത്തത് ലെവൽ സ്ട്രാറ്റജിയാണ്. ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഒരു ബ്രാൻഡ് ഒരു മാസം 10,000 ബിസ്ക്കറ്റാണ് ഉണ്ടാക്കുക. പക്ഷെ മാർക്കറ്റിൽ ആ ഒരു ബ്രാൻഡിന് 8,000 ഡിമാൻഡ് എന്ന് പറയുന്നത് ആകെ 8,000 ഒക്കെ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി 2,000 ആ യൂണിറ്റ്സ് എന്ത് ചെയ്യും, സ്റ്റോക്കിലോട്ട് സേഫ്റ്റി ഒക്കെ വെക്കാൻ വേണ്ടി ഇടും. പക്ഷെ ചില സമയത്ത് ആ ഒരു ബിസ്ക്കറ്റിൻ്റെ മേലെ ഡിമാൻഡ് കൂടും, 12,000 യൂണിറ്റ്സ് വരെ മാർക്കറ്റിൽ നിന്ന് വിറ്റ് പോയ സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഓൾറെഡി അവരൊരു മാസം 10,000 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ സ്റ്റോക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്നല്ലോ, അപ്പോൾ അതിൽ 2,000 ഇട്ട് ഇതിലേക്ക് ഇടും. അപ്പോൾ ഇവിടെ ലെവൽ സ്ട്രാറ്റജിയിൽ ഇവർ പറയണത് ഇവരൊരിക്കലും കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടപ്രകാരം എന്നല്ല ഡിമാൻഡ് കൂട്ടണതും കുറയ്ക്കണതും. അത് ഇവർ പ്രൊഡക്ഷൻ ഡിമാൻഡിൻ്റെ ബേസിലല്ല, ഇവർ എന്നുണ്ടാക്കുന്ന ആ സെയിം യൂണിറ്റിലായിരിക്കും ഉണ്ടാക്കുക. അതായത് കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് നോക്കിയിട്ടല്ല, ആവശ്യമില്ലാത്ത ഫണ്ട് അവർ സ്റ്റോക്കിലോട്ട് മാറ്റി വെക്കും. ഇവിടെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ തൊഴിലാളികളുടെ എണ്ണം എന്നും പെർമനൻ്റ് ആയിരിക്കും, സ്ഥിരമായിരിക്കും. ദെൻ ഹൈബ്രിഡ് സ്ട്രാറ്റജിയാണ്. ഇവിടെ ലെവൽ സ്ട്രാറ്റജി പ്ലസ് ചേസ് സ്ട്രാറ്റജിയാണ്. ഈ രണ്ടിൻ്റെയും ഇതിവിടെ ഉപയോഗിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ട്രാറ്റജീസ് ആയിട്ട് വരുന്നത് അഗ്രിഗേറ്റ് പ്ലാനിങ്ങിൻ്റെ.
നെക്സ്റ്റ് ടോപ്പിക്കാണ് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂള്, അതായത് MPS. അതായത് ഇവിടെ ഒരു കമ്പനി ഒരു ഏത് പ്രൊഡക്റ്റ് ഉണ്ടാക്കണം, എത്ര എണ്ണം ഉണ്ടാക്കണം, അത് എപ്പോൾ ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ടൈം ടേബിൾ രൂപേണ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നതിനാണ് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കല്യാണ പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ന് വെക്കണം, അത് ഏത് ദിവസം വെക്കണം, എത്ര ആൾക്കാരെ വിളിക്കണം, എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കണം എന്ന് നമ്മൾ ആലോചിക്കൂലേ. അതന്നെയാണ് സംഭവം. ഒരു എക്സാമ്പിൾ രൂപേണ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ബേക്കറിക്കാരന് എന്ത് ചെയ്യുന്നു, തിങ്കളാഴ്ച 15 കേക്ക് ഉണ്ടാക്കാൻ വിചാരിക്കുന്നു, ചൊവ്വാഴ്ച 200 പപ്സ്, ബുധനാഴ്ച 20 കട്ട്ലറ്റ്, ഇങ്ങനെ ഓരോ ടൈം ടേബിൾ രൂപേണ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നതിനാണ് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്, അതായത് MRP. ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് റോ മെറ്റീരിയൽസ് ആവശ്യമാണ്. അപ്പോൾ ഈ റോ മെറ്റീരിയൽസ് എപ്പോൾ കൊണ്ടുവരണം, എത്ര കൊണ്ടുവരണം എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്യുന്നതിനാണ് MRP എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ രൂപേണ പറയാമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ മൈദ വേണം, പക്ഷെ 10 കിലോ മൈദ വേണം, നമ്മളെ കയ്യിൽ 2 കിലോ മൈദ ഉള്ളൂ. അപ്പോൾ ബാക്കി ഈ ഒരു 8 കിലോ എപ്പോൾ കൊണ്ടുവരണം, അതുപോലെ തന്നെ എന്ന് കൊണ്ടുവരണം എന്നുള്ളത് തീരുമാനിക്കുന്നതിനാണ് പ്ലാൻ ചെയ്യുന്നതിനാണ് MRP എന്ന് പറയുന്നത്. അതായത് ശരിയായ സമയത്ത് ശരിയായ റോ മെറ്റീരിയൽസ് ശരിയായ ജീവനക്കാർക്ക് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നു. ഇനി MRP2 ERP തമ്മിലുള്ള ഡിഫറൻസ് ആണ്. MRP എന്ന് പറയുമ്പോൾ എപ്പോൾ എത്ര വേണം എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നതിനാണ് MRP എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം, എപ്പോൾ വേണം എന്ന് പ്ലാൻ ചെയ്യുന്നു. MRP2 എന്ന് പറയുമ്പോൾ ഇവിടെ റോ മെറ്റീരിയൽസ് മാത്രം പോരാ, അത് മാനുഫാക്ചർ ചെയ്യാനുള്ള ലാബേഴ്സും ഇവരൊക്കെ വേണം. അതായത് ഒരു ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ ചിക്കനും ബിരിയാണിൻ്റെ റൈസും മാത്രം പോരാ, അത് ഉണ്ടാക്കാനുള്ള ലാബേഴ്സിനും അവിടെ വേണം. അതാണ് എക്സാമ്പിളായിട്ട് പറയുന്നത്. ദെൻ ERP, ഒരു കമ്പനീൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് കൊണ്ടുപോവാം. ഇപ്പോൾ എക്സാമ്പിൾ, അവിടെ ഹോട്ടലിൽ ഷെഫ് മാത്രമേ കാണില്ല, അവിടെ എല്ലാ കാര്യങ്ങളും ഹ്യൂമൻ റിസോഴ്സിൻ്റെയും ഫൈനാൻഷ്യലിലും മേഖലകളിലും എല്ലാത്തിലും ഒന്ന് നോക്കി പോവാം. അപ്പോൾ ഇതാണ് ആ ഒരു 3 ഡിഫറൻസ് വരുന്നത്. ഇനി MRPൻ്റെ പ്രോസസ്സാണ്. അതിൽ ഫസ്റ്റ് ഇൻപുട്ട് ഡാറ്റ കളക്ഷൻ. ഫസ്റ്റ് നമുക്ക് ഡാറ്റകൾ അറിയണം. അതിൽ MPS, അതായത് നമുക്ക് ഏത് പ്രൊഡക്റ്റാണ് വേണ്ടത് എന്ന് ഫസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യണം. അതിനുശേഷം ബിൽ ഓഫ് മെറ്റീരിയൽസ്. ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം, അതായത് റെസിപ്പികൾ. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മളവിടെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം, അതാണ് ബിൽ ഓഫ് മെറ്റീരിയൽസ്. ദെൻ ഇൻവെൻ്ററി സ്റ്റാറ്റസ്. ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്തൊക്കെ ഇൻവെൻ്ററി ഉണ്ട് നോക്കാം. ഇതാണ് ഫസ്റ്റ് ഡാറ്റ കളക്ട് ചെയ്യുക. അതിനുശേഷം നെറ്റ് റിക്വയർമെൻറ്റ് കാൽക്കുലേഷൻ. ഇനി നമ്മുടെ കയ്യിലില്ലാത്ത സാധനങ്ങൾ എത്ര വാങ്ങണം എന്നറിയാൻ വേണ്ടിയിട്ടുള്ള കാൽക്കുലേഷനാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 10 കിലോ അരിയാണ് വേണ്ടത്. നമ്മുടെ കയ്യിൽ 3 കിലോ ഉണ്ട്, അപ്പോൾ 7 കിലോ അരി മതി. ദെൻ നെക്സ്റ്റ് ലോട്ട് സൈസിങ്, അതായത് ഇവിടെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് രീതികളുണ്ട്. ലോട്ട് ഫോർ ലോട്ട്, അതായത് നമുക്ക് എത്രയാണോ വേണ്ടത് എക്സാക്റ്റ് ആ ഒരു ക്വാണ്ടിറ്റി തന്നെ പ്രൊഡക്ട്സ് വാങ്ങുക. നെക്സ്റ്റ് ഫിക്സ്ഡ് ഓർഡർ ക്വാണ്ടിറ്റി, അതായത് ഇപ്പോൾ കടയിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 5 കിലോ അരിയാണ് ഉണ്ടാവുക, പക്ഷെ നമുക്ക് വേണ്ടത് 7 കിലോ. പക്ഷെ 5 കിലോൻ്റെ പാക്കറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ 5 അങ്ങനെ 10 കിലോനാക്കി വാങ്ങാം. ഒരു ഫിക്സ്ഡ് ഓർഡർ ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, അതായത് നമുക്ക് വേണ്ട മെറ്റീരിയൽസ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഏറ്റവും കോസ്റ്റ് ചിലവ് കുറഞ്ഞ രീതിയിൽ വേണം നമ്മൾ കൊണ്ടുവരാൻ. ദെൻ നെക്സ്റ്റ് ഔട്ട്പുട്ട് ജനറേഷൻ. അങ്ങനെ എല്ലാ കാര്യങ്ങളും കണ്ടെത്തിയതിന് ശേഷം നമ്മൾ ഇത് സിസ്റ്റത്തിലോട്ട് കയറ്റാൻ പോകണം. നമുക്ക് ഇത്ര ഓർഡേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്റത്തിലോട്ട് അയക്കാൻ പോവുകയാണ്. അതിൽ പർച്ചേസ് ഓർഡർ, അതായത് ഇത്ര മെറ്റീരിയൽസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് സപ്ലയറിന് അയക്കുന്ന ഓർഡറാണ്. ദെൻ നെക്സ്റ്റ് വർക്ക് ഓർഡേഴ്സ്, അതായത് ഒരു ജോലി തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ലാബേഴ്സിന് അയക്കുന്ന ഓർഡേഴ്സാണ്. ദെൻ നെക്സ്റ്റ് റീഷെഡ്യൂളിംഗ് നോട്ടീസ്. നമ്മൾ ചെയ്യുന്ന വർക്കിൽ എന്തെങ്കിലും ഒരു റീഷെഡ്യൂളിങ്, എന്തെങ്കിലും മാറ്റി വെക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അറിയിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന നോട്ടീസാണിത്. അപ്പോൾ ഇതാണ് MRPൻ്റെ പ്രോസസ്സ്. നെക്സ്റ്റ് അഗ്രിഗേറ്റ് പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സുകളാണ്. അപ്പോൾ അഗ്രിഗേറ്റ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്താ ഓൾറെഡി പറഞ്ഞു, അതായത് 3 മുതൽ 18 മാസം വരെ എത്രത്തോളം പ്രൊഡക്റ്റ് വേണം, അത് നിർമ്മിക്കാൻ വേണ്ടി എത്രത്തോളം ലേബേഴ്സ് വേണം, എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യുന്നതാണ് അഗ്രിഗേറ്റ് പ്ലാനിങ്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യണം. അതായത് അവർ
പ്രൊഡക്ഷൻ ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റിന് ഭാവിയിൽ എത്രത്തോളം ഡിമാൻഡ് ഉണ്ടാകും എന്നുള്ള കാര്യം അവർ മുൻകൂട്ടി ഫോർകാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം. ദെൻ കപ്പാസിറ്റി അസസ്മെൻറ്റ്, ആ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻവെൻറ്ററീസ്, മെഷീൻസ്, എന്തൊക്കെ സാധനങ്ങളാണ് അവർക്ക് വേണ്ടതെന്നും അവരുടെ കയ്യിൽ ഇപ്പം എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ അസസ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് സ്ട്രാറ്റജി സെലക്ഷൻ, അവർ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് തന്ത്രങ്ങളുണ്ട്. ഇപ്പോൾ ചേസ് സ്ട്രാറ്റജി, ലെവൽ സ്ട്രാറ്റജി, അതേപോലെ തന്നെ ഹൈബ്രിഡ്, ഇതിൽ ഏത് സ്ട്രാറ്റജിയാണ് കൂടുതൽ യോജ്യമായിട്ടുള്ളത് എന്നുള്ള കാര്യം അവർ അനലൈസ് ചെയ്യണം. ദെൻ പ്ലാൻ ഡെവലപ്മെൻറ്റ്, അങ്ങനെ ഈ ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്യാം. അതായത് ഈ ഒരു പ്രൊഡക്ഷൻ എത്രത്തോളം ഡിമാൻഡ് ഉണ്ടാകുന്നു, അപ്പോൾ എന്തൊക്കെ ഇൻവെൻ്ററി വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ദെൻ ലാസ്റ്റ് എക്സിക്യൂഷൻ ആൻഡ് മോണിറ്ററിങ്, അങ്ങനെ ഈ ഡെവലപ്പ് ചെയ്ത സംഭവത്തെ അവർ നിർമ്മിക്കണം, പ്ലാൻ അപ്ലൈ ചെയ്തു, അതിനുശേഷം അവർ മോണിറ്റർ ചെയ്യണം ഈ ഒരു പ്ലാനിന് ഇനി ഇതിലേതെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇതാണ് അഗ്രിഗേറ്റ് പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സുകളായിട്ട് വരുന്നത്. നെക്സ്റ്റ് റിസോഴ്സ് അലോക്കേഷൻ്റെ കോമൺ സ്ട്രാറ്റജീസ് ആൻഡ് ടൂൾസ് ആണ്. ഫസ്റ്റ് വൺ പ്രിയോറിറ്റൈസേഷൻ, അതായത് ഇപ്പോൾ ഏത് ജോലി ആദ്യം ചെയ്യണം പിന്നീട് ഏത് ജോലി ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിനെയാണ് പ്രിയോറിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിയിൽ ഫസ്റ്റ് ഒരു വലിയൊരു ഓർഡർ വന്നു, അല്ലെങ്കിൽ അതിനുശേഷം ഫസ്റ്റ് ഒരു സാധാരണ ഒരു 2 പ്രൊഡക്റ്റിൻ്റെ ഓർഡർ വന്നു, അതിനുശേഷം ഒരു വലിയൊരു ബൾക്കായിട്ടുള്ള ഓർഡർ വന്നു എന്നുണ്ടെങ്കിൽ അതിലേറ്റവും ടഫായിട്ടുള്ള ജോലി ഫസ്റ്റ് എടുക്കുന്നു, പിന്നീട് ആ എളുപ്പമുള്ള ജോലി എടുക്കുന്നു. ദെൻ റിസോഴ്സ് ഫോർകാസ്റ്റിംഗ്, അതായത് നമുക്ക് ഭാവിയിൽ എത്രത്തോളം ആ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങൾ വേണമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയത് ഓൾറെഡി എന്ത് ചെയ്യുക, കൊടുന്ന് വെക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു ബേക്കറി ഷോപ്പിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്രിസ്മസ് ആണ് സമയത്ത് കുറേ കേക്കിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മൈദ, പഞ്ചസാര ഇതൊക്കെ ഓൾറെഡി കൊണ്ടുവന്നിട്ട് റിസോഴ്സ് കൊണ്ടുവരിക. നെക്സ്റ്റ് റിസോഴ്സ് ലെവലിങ്, ഇവിടെ എന്ത് ചെയ്യണം, ഒരു മാനേജറെ എല്ലാ വർക്കേഴ്സിനും ഒരുപോലെ ജോലി അലോക്കേറ്റ് ചെയ്യാം. ഇപ്പോൾ 2 വർക്കേഴ്സിന് 10 ജോലിയും എന്നാൽ ബാക്കി 3 വർക്കേഴ്സിന് ജോലി ഇല്ലാത്ത അവസ്ഥ, അങ്ങനെയല്ല. മാനേജേഴ്സ് എല്ലാവർക്കും ഒരേപോലെ എന്ത് ചെയ്യും, ജോലി പങ്കിടും. ദെൻ നെക്സ്റ്റ് റിസോഴ്സ് അലോക്കേഷൻ മെട്രിക്സ്, അതായത് ഇപ്പോൾ ഒരു കമ്പനിയിലുള്ള ഓരോ വർക്കേഴ്സിൻ്റെയും ജോലി എന്താണ് എന്നുള്ളത് ഒരു പട്ടിക രൂപേണ അവിടെ എഴുതി വെക്കും. അങ്ങനെയുണ്ടെങ്കിൽ ഓരോ വർക്കേഴ്സും എന്ത് ജോലിയാണ് എടുക്കുക എന്നുള്ളത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് റിസോഴ്സ് അലോക്കേഷൻ്റെ സ്ട്രാറ്റജീസും അതുപോലെ ടൂൾസും ആയിട്ട് വരുന്നത്. ടോപ്പിക്ക് റിസോഴ്സ് പ്രൊക്യൂർമെൻറ്റ്, അതായത് നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തരം റിസോഴ്സുകളാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിയിരിക്കണം. ഇപ്പം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് മെറ്റീരിയൽസ്, എക്യുപ്മെൻറ്റ്, സർവീസ്, ലാബേഴ്സ്, ഇങ്ങനെ കുറേ റിസോഴ്സുകൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിനെ പ്രൊക്യൂർ ചെയ്യാം, എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ ഫേസസ് പറയുമ്പോൾ ഫസ്റ്റ് വൺ റിക്വയർമെൻറ്റ് അനാലിസിസ്, അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ തരം വസ്തുക്കൾ ആവശ്യമാണ് എന്നുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യണം. അതിനുശേഷം സപ്ലയർ ഐഡൻറ്റിഫിക്കേഷൻ, നമുക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കളെ അത് നമ്മുടെ കയ്യിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സപ്ലയർ വേണം. അപ്പോൾ ഈ ഒരു വസ്തുക്കളൊക്കെ ഉള്ള ഒരു സപ്ലയറെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുശേഷം കോൺട്രാക്ട് നെഗോഷിയേഷൻ, അതായത് ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു കോൺട്രാക്റ്റ് വെക്കണം. അതായത് ഈ ഒരു പ്രൊഡക്റ്റിന് എത്ര രൂപയാണ്, അതുപോലെ തന്നെ ഏത് സമയത്ത് എത്തിച്ചേരും എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ കോൺട്രാക്റ്റിൽ ഏർപ്പെടണം. അതിനുശേഷം പർച്ചേസ് ആൻഡ് ഡെലിവറി, സാധനം പർച്ചേസ് ചെയ്യുന്നു, അത് ഡെലിവറി ചെയ്യുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫേസസ് ആയിട്ട്, അതായത് സ്റ്റെപ്സ് ആയിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ ടൈപ്സ് ഉണ്ട് പ്രൊക്യൂർമെൻറ്റിൻ്റെ. ഫസ്റ്റ് ഡയറക്റ്റ് പ്രൊക്യൂർമെൻറ്റ്, അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു റിസോഴ്സ്, ഒരു സാധനം. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ കാറാണ് ഉണ്ടാക്കാൻ പോകുന്നുണ്ടെങ്കിൽ കാറുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്താണ് സ്റ്റീല്. കാരണം സ്റ്റീൽ ഉണ്ടെങ്കിൽ നമുക്ക് കാറൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ടൊരു വസ്തു പ്രൊക്യൂർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഇൻഡയറക്റ്റ് പ്രൊക്യൂർമെൻറ്റ്, ഇവിടെ നമുക്ക് ഡെയിലി നമുക്ക് വേണ്ടൊരു സാധനമാണ്, അതായത് ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ്. ദെൻ നെക്സ്റ്റ് സർവീസ് പ്രൊക്യൂർമെൻറ്റ്, ഇവിടെ നമ്മൾ സർവീസാണ് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ IT സപ്പോർട്ട്, അതുപോലെ ക്ലീനിങ് സർവീസ്, അങ്ങനത്തെ തരം സർവീസുകൾ. അപ്പോൾ ഇതാണ് റിസോഴ്സ് പ്രൊക്യൂർമെൻറ്റിൻ്റെ ടൈപ്സുകളായിട്ട് വരുന്നത്. ഇതിൻ്റെ ഓപ്പറേഷൻ പ്രൊക്യൂർമെൻറ്റ് സൈക്കിൾ, അതായത് ഏകദേശം സ്റ്റെപ്സ് ആയിക്കൊണ്ട് വരും. ഫസ്റ്റ് നമ്മൾ നീഡ് റെക്കഗ്നിഷൻ, നമുക്ക് എന്താണ് ആവശ്യകത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ പ്രിൻ്റർ പേപ്പറിൽ പേപ്പർ തീർന്നു പോയി, അപ്പോൾ നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്. അപ്പോൾ അത് നമ്മൾ എന്താണ് ആവശ്യം എന്നുള്ള കാര്യം മനസ്സിലാക്കുക.
ദെൻ പർച്ചേസ് റെക്യൂസിഷൻ. അപ്പോൾ അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുക, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് റിക്വസ്റ്റ് കൊടുക്കുക. അതിനുശേഷം സപ്ലയർ സെലക്ഷൻ, ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സപ്ലയർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദെൻ നെഗോഷിയേഷൻ, അതായത് സപ്ലയറും ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിൽ എന്ത് ചെയ്യുന്നു, വിലകളുടെ കാര്യങ്ങളിലും ക്വാണ്ടിറ്റിൻ്റെ കാര്യങ്ങളിലും ക്വാളിറ്റിൻ്റെ കാര്യങ്ങളിലൊക്കെ ഒരു കോൺട്രാക്ട് നടത്തുന്നു. അതിനുശേഷം പർച്ചേസ് ഓർഡർ, നമ്മൾ ഫൈനലായിട്ട് നമുക്ക് എത്രത്തോളം ഓർഡേഴ്സാണ് വേണ്ടത് എന്നുള്ളത് സപ്ലയറിനെ അറിയിക്കുന്നു. ദെൻ റെസിപ്റ്റ് ഇൻസ്പെക്ഷൻ, അതായത് നമ്മളെ കയ്യിൽ സാധനം എത്തിയതിന് ശേഷം അതിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ചെക്ക് ചെയ്യുന്നു. ദെൻ 3-way മെട്രിക്സ്, അതായത് പർച്ചേസ് ഓർഡർ, റിസീവിങ് റിപ്പോർട്ട്, ഇൻവോയ്സ്, ഈ 3 കാര്യങ്ങളും അതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുള്ളൂ, പേയ്മെൻറ്റ് കൊടുക്കുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു പ്രൊക്യൂർമെൻറ്റിൻ്റെ ഓപ്പറേഷൻ സൈക്കിളായിട്ട് വരുന്നത്, അതിൻ്റെ സ്റ്റെപ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് മെറ്റീരിയൽസ് ഹാൻഡിലിങ്. അതായത് നമ്മൾ മെറ്റീരിയൽസ് വാങ്ങുന്ന സമയം മുതൽ അത് പ്രൊഡക്ഷൻ ചെയ്യുന്നതിലൂടെയും കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ ആ ഒരു പ്രൊഡക്റ്റ് എത്തുന്നത് വരെ മെറ്റീരിയൽസ് നല്ല രീതിയിലോട്ട് ഹാൻഡിൽ ചെയ്തതിനാണ് എന്ത് മെറ്റീരിയൽസ് ഹാൻഡിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യം എന്ന് പറയുമ്പോൾ ചിലവ് കുറക്കുക എന്നുള്ളതാണ് ഒന്നാമത്. അതായത് നമ്മൾ മെറ്റീരിയൽസ് നല്ല രീതിയിലോട്ട് വേസ്റ്റ് ചെയ്യാതെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് കുറയും. ദെൻ പ്രൊഡക്ഷൻ നിൽക്കാതിരിക്കുക, അതായത് നമ്മളെ കയ്യിലുള്ള മെറ്റീരിയൽസ് പെട്ടെന്ന് തീരുന്നത് കാരണം നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ആവശ്യമായി വരും. അപ്പോൾ സ്റ്റോക്ക് കിട്ടാത്ത സമയങ്ങളിൽ പ്രൊഡക്ഷൻ അവിടെ നിൽക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽസ് വെറുതെ വേസ്റ്റ് ചെയ്യാതെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രൊഡക്ഷൻ നിൽക്കാതിരിക്കും. നെക്സ്റ്റ് ക്വാളിറ്റി ഉറപ്പാക്കുക, അതായത് ഓരോ മെറ്റീരിയൽസും നല്ല ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് കാര്യം ഉറപ്പാക്കുക. ദെൻ ഇൻവെൻ്ററി കുറയ്ക്കുക, നമ്മളിപ്പോൾ ഈ ഓരോ മെറ്റീരിയൽസും വളരെ കൺട്രോൾ ചെയ്തിട്ടാണ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ സ്റ്റോക്കാക്കി കിടക്കൂല. ദെൻ അതിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ്. ഫസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ്നെസ്, അതായത് കുറഞ്ഞ ചിലവിൽ നമുക്ക് മികച്ചൊരു മെറ്റീരിയൽ കിട്ടാം. ഇപ്പം നമ്മൾ കുറേ സപ്ലയേഴ്സിന് വരുത്തിയിട്ട് അവരിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ആരാണ് ചെറിയ തുകക്ക് തരുന്നത്, അങ്ങനെ നമ്മൾ കോസ്റ്റ് എഫക്റ്റീവ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വാളിറ്റി അഷുറൻസ്, നമ്മൾ വാങ്ങുന്ന മെറ്റീരിയൽസിന് ക്വാളിറ്റി ഉണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തുക. അപ്പോൾ ഒരു മെറ്റീരിയൽ വാങ്ങിക്കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യുക ക്വാളിറ്റി ഉണ്ടോ ഇല്ല എന്നുള്ളത്. ദെൻ റൈറ്റ് ടൈം അവൈലബിലിറ്റി, നമ്മളൊരു പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു മെറ്റീരിയൽ റൈറ്റ് ടൈമിൽ കിട്ടും എന്നുള്ള നമ്മളൊരു ഉറപ്പ് വരുത്തണം. ദെൻ നെക്സ്റ്റ് വേസ്റ്റ് മിനിമൈസേഷൻ, നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് മാക്സിമം അതിൽ നിന്ന് വേസ്റ്റ് കുറക്കുക, കൺട്രോൾ ചെയ്ത് വരിക മെറ്റീരിയൽസ്. ദെൻ നെക്സ്റ്റ് ഒരു പോയിന്റ് സ്റ്റാൻഡർഡൈസേഷൻ, നമ്മുടെ എല്ലാ പ്രൊഡക്റ്റിനും അതായത് ഒരുപോലെയുള്ള എല്ലാ പ്രൊഡക്റ്റിനും ഒരേ സെയിം ക്വാളിറ്റിയിലുള്ള പ്രൊഡക്ട്സ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉറപ്പാക്കുക. ദെൻ ഫ്ലെക്സിബിലിറ്റി, ഇപ്പോൾ ഒരു മാർക്കറ്റ് ചേഞ്ച് ആയാൽ പോലും നമ്മളിപ്പോൾ വേറെ സപ്ലയറിനെ കണ്ടെത്തണം. ഫോർ എക്സാമ്പിൾ നമ്മൾ തുടർച്ചയായിട്ടൊരു സപ്ലയറിൻ്റെ കയ്യിൽ നിന്നാണ് മെറ്റീരിയൽസ് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻ കേസ് ആ ഒരു സപ്ലയർ മാറി എന്തെങ്കിലും കാര്യങ്ങളും മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സപ്ലയറിനെ നമ്മൾ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം, ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം. അപ്പോൾ ഇതാണ് മെറ്റീരിയൽ ഹാൻഡിലിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് മെറ്റീരിയൽ ഹാൻഡിലിംഗ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു കമ്പനിയിലുള്ള അവിടുത്തെ മെറ്റീരിയൽസിനെ മറ്റൊരു സ്ഥലത്തിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസുകളൊക്കെ ഉണ്ട്. അപ്പം അതിലൊന്നാണ് കൺവെയ്സ് എന്ന് പറയുന്നത്, കൺവെയിൽ ബെയിൽ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആമസോണിലുള്ള അവിടെ നമ്മൾ ഓർഡർ ചെയ്ത് വെച്ചിട്ടുള്ള പ്രൊഡക്ട്സ് ഇത് മറ്റൊരു സ്ഥലത്തിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൺവെയിൽസ് പോലത്തെ ബെയിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫോർക്ക് ലിഫ്റ്റ്, അതൊരു ഇൻഡസ്ട്രിയൽ ട്രക്കാണ്. പിന്നെ റാക്ക്, അതുപോലെ തന്നെ ക്രെയിന്, ഇങ്ങനത്തെയൊക്കെ ഇതൊക്കെ നമ്മളൊരു കമ്പനിയിലുള്ള മെഷീനെ മറ്റൊരു സ്ഥലങ്ങളിലോട്ട് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസ്. നെക്സ്റ്റ് ടോപ്പിക് ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്ത ടൂൾസ്. ഈ പിക്ചേഴ്സിൽ കണ്ടാൽ മനസ്സിലാകും. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ്. അപ്പോൾ എന്താണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ്? അതായത് ഒരു കമ്പനിയിൽ ആ മെറ്റീരിയൽസ് അവരുടെ കയ്യിലുള്ളത് മുതൽ അതിൻ്റെ പ്രൊഡക്ഷന്, അതുപോലെ അതിൻ്റെ സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ, ഈ ഒരു ടൈം വരെ അതിന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയലിനെ മാക്സിമം കൺട്രോൾ ചെയ്യുന്ന ഒന്നിനെയാണ് എന്ത് മെറ്റീരിയൽ മാനേജ്മെൻറ്റ്, നല്ല രീതിയിലോട്ട് കൺട്രോൾ ചെയ്യുന്ന ഒന്നിനെയാണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം നല്ലൊരു മെറ്റീരിയൽ ആയിരിക്കണം, നല്ല ക്വാളിറ്റി ഉള്ള, ക്വാണ്ടിറ്റി, നല്ലൊരു റേറ്റ് കോസ്റ്റിന്, റേറ്റ് ടൈമിൽ, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് റേറ്റ് കോസ്റ്റിൽ നമുക്ക് ആ മെറ്റീരിയൽ കിട്ടുക, റേറ്റ് ടൈമിൽ കിട്ടുക, നല്ല ക്വാളിറ്റി റേറ്റ് കിട്ടുക, നല്ല നമ്മൾ പറഞ്ഞ സെയിം ക്വാണ്ടിറ്റിയിലുള്ളത് നല്ല റോ മെറ്റീരിയൽസ് കിട്ടുക. ഇതൊക്കെയാണ് എന്ത് മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്.
അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് മെറ്റീരിയൽ പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. അതായത് നമുക്ക് ഭാവിയിൽ ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ട, നമുക്ക് ഭാവിയിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് എത്രത്തോളം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടി വരും എന്ന് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഫോർകാസ്റ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഡിസംബർ സീസൺ ആകുമ്പോൾ കേക്കിൻ്റെ ആവശ്യകത കൂടുന്നത് കാരണം അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യുക, മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കുക. ദെൻ പർച്ചേസിങ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ്. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, സപ്ലയറിൻ്റെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നു. ഇനി നമുക്ക് ആ ഒരു പ്രൊഡക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അതേ സപ്ലയറിൻ്റെ കയ്യിൽ നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്നു. ദെൻ ഇൻവെൻ്ററി കൺട്രോൾ. അതായത് നമ്മൾ കുറേ മെറ്റീരിയൽസ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല, ഇൻവെൻ്ററി മാക്സിമം കൺട്രോൾ ചെയ്യാം. കുറേ നമ്മൾ ബൾക്കാക്കി വാങ്ങി വെച്ചിട്ട് അതിനെ കേട് വരുന്ന രീതിയിലാക്കാൻ പാടില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻവെൻ്ററീസ് യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് സ്റ്റോഴ്സ് മാനേജ്മെൻറ്റ്. അതായത് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക്, അതായത് നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ സ്റ്റോർ മാനേജ് ചെയ്യുക. അതായത് കേടുപാടൊന്നും കൂടാതെ അതിനോരോ കോർബാർഡ് ഇട്ടിട്ടും അതുപോലെ തന്നെ അതിൻ്റെ പ്ലേസിൽ കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് അത് വെച്ച് അതിനെ മാനേജ് ചെയ്യാം. ദെൻ വേസ്റ്റ് മാനേജ്മെൻറ്റ്. നമ്മളൊരു മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം അതിലുള്ള വേസ്റ്റ് മിനിമൈസ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വരുമ്പോൾ അതിൽ സ്റ്റീലൊക്കെ ബാലൻസ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും റീസൈക്കിൾ ചെയ്യുക, അതിനെ ഒരുക്കിയിട്ട് വീണ്ടും യൂസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വരുന്നത് ലോജിസ്റ്റിക്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് ലോജിസ്റ്റിക്സ് പറയുമ്പോൾ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കസ്റ്റമറിലോട്ട് എത്തിക്കുക. അപ്പോൾ അതൊരു കസ്റ്റമറിലോട്ട് എത്തിക്കുക എന്ന് പറയുമ്പോൾ പല വേസ് ഉണ്ട്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ എയറിലുണ്ട്, ഷിപ്പിലുണ്ട്, റോഡിലുണ്ട്, ട്രെയിനിലുണ്ട്, അങ്ങനെ പല രീതിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആമസോണിൽ ഒരു വ്യക്തി പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു, അവിടുത്തെ ഡെലിവറി പോയി ആ ഒരു കസ്റ്റമറിന് എത്തിക്കും. അപ്പോൾ ഇതാണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ടെക്നോളജി ആൻഡ് ഓട്ടോമേഷൻ. അതായത് മനുഷ്യരുടെ ജോലി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, എളുപ്പത്തിലാക്കാൻ പറ്റുക. ഇപ്പോൾ ടെക്നോളജീസ്, ഓട്ടോമേഷൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ആ ഒരു പ്രവൃത്തി ചെയ്തു തീർക്കുന്നു. അപ്പോൾ ആ ഒരു ടെക്നോളജീസ് എന്ന് പറയുമ്പോൾ ഒന്ന് റോബോട്ടിക്സ്. ഇപ്പോൾ പല പ്രൊഡക്ഷൻ ടൈമിലും നമ്മൾ റോബോട്ടിക്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ജോലികൾ അവർക്കും കൂടി കൊടുത്തിട്ട് ആ ഒരു ജോലിനെ സിംപ്ലിസിറ്റി ആക്കാൻ വേണ്ടിയിട്ട്. ദെൻ ERP. ഇവിടെ ഒരു കമ്പനിയിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഒരു സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യണത്. ഇപ്പോൾ എക്സാമ്പിൾ SAP. ദെൻ തേർഡ് ഓട്ടോമാറ്റഡ് മെറ്റീരിയൽ ഹാൻഡ്ലിങ്. അതായത് ഇവരെന്ത് ചെയ്യുന്നു, മനുഷ്യരുടെ സഹായം ഇല്ലാതെ തന്നെ എന്ത് ചെയ്യുന്നു, ഓരോ പ്രൊഡക്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു. ഇപ്പോൾ AGV, കൺവെയർ ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് മനുഷ്യരുടെ വിത്തൗട്ട് ഹ്യൂമൻസ് ഹെൽപ്പ് ഇല്ലാതെ തന്നെ ഇവരെന്ത് ചെയ്യുന്നു, ഇവരോരോ പ്രൊഡക്ട്സ് അങ്ങോട്ടും മാറ്റി വെക്കുന്നു. ദെൻ ഫോർ AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതായത് ഓരോ ഡാറ്റിനെയും വിശകലനം ചെയ്ത് തീരുമാനമെടുക്കാൻ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായിക്കുന്നു. ദെൻ ഇൻ്റർനെറ്റ് ഓഫ് തിങ്, അതായത് ലോട്ട്. സെൻസർ ഉപയോഗിച്ച് കണ്ട് ഇൻവെൻ്ററീസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഡാറ്റാസ് ഇൻ്റർനെറ്റ് വഴി സൂക്ഷിക്കുകയും അത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാനും കഴിയും. അതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. അപ്പോൾ ഇത്രയാണ് ടെക്നോളജീസ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് പറയാനുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലി തീരും, അതുപോലെ തന്നെ ആക്യുറസി കൂടും, കാരണം തെറ്റുകളൊക്കെ കൂടുതൽ കുറയും. പിന്നെ നമുക്ക് കുറച്ചുകൂടി സേഫ്റ്റി ഫീൽ ചെയ്യുന്നു, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കുറയും. ദെൻ മനുഷ്യർ ചെയ്യുന്ന തെറ്റുകൾ കൂടുതൽ കുറയത്തേ ഉള്ളൂ, കാരണം ടെക്നോളജീസ് തെറ്റുകൾ ചെയ്യാൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കൊണ്ടും ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇതിൻ്റെ കുറച്ച് ചലഞ്ചസ് പറയുമ്പോൾ, ഈ ഒരു ടെക്നോളജി പുതുതായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് വലിയ രീതിയിലുള്ളൊരു ഫണ്ടിന് ഇതിൻ്റെ മേലെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ജീവനക്കാർക്ക് ഇതിനെ കുറിച്ചിട്ടുള്ളൊരു ട്രെയിനിങ് കൊടുക്കണം. അതുപോലെ തന്നെ ജീവനക്കാർക്ക് ഈ ഒരു പുതിയ ടെക്നോളജി അക്സെപ്റ്റ് ചെയ്യാനൊരു സമയം കൊടുക്കണം. അവർ പണ്ട് മുതലേ ഓൾഡ് മെത്തേഡ് യൂസ് ചെയ്ത് വന്നത് കാരണം അവർക്ക് പുതിയതിലോട്ട് ചേഞ്ച് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ഗ്ലോബൽ സോഴ്സിങ്. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സർവീസ് ഇത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ബൈ ചെയ്യുന്നു, വാങ്ങുന്നു. അതിനാണ് ഗ്ലോബലി ആയിക്കാണ് നമ്മൾ സോഴ്സ് ചെയ്യുന്നത് ഓരോ മെറ്റീരിയൽസ്. അതിനാണ് ഗ്ലോബൽ സോഴ്സിങ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിൻ്റെ ഗ്ലോബൽ സോഴ്സിങ്ങിൻ്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, കോസ്റ്റ് ഡ്രൈവൺ സോഴ്സിങ്. അതായത് ചില മെറ്റീരിയൽസ് വളരെ വില കുറഞ്ഞ രീതിയിൽ നമ്മൾ ബൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഈ ആപ്പിളിൻ്റെ ബ്രാൻഡ് എന്ത് ചെയ്യുന്നു, അവരുടെ ആപ്പിൾ ഐഫോണിന് ചെയിനിൽ നിന്ന് വളരെ കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള ചില പാർട്സ് വാങ്ങുന്നുണ്ട്. രണ്ടാമത് ക്യാപ്പബിലിറ്റി ഡ്രൈവൺ. അതായത് ചില സ്പെസിഫിക് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഇത്തരം പ്രൊഡക്ട്സിന് വേണ്ടിയിട്ടുള്ള പാർട്സ് പർച്ചേസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് സ്ട്രാറ്റജി, റിസ്ക് ഡൈവേഴ്സിഫൈഡ്. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിനുള്ള ഷോപ്പ് പല പല രാജ്യങ്ങളിൽ നിന്നായിട്ട് വാങ്ങുന്നു. അതായത് ഒരൊറ്റ രാജ്യത്തെ മാത്രം ഫോക്കസ് ചെയ്യാതെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നു, പാർട്സ് വാങ്ങുന്നു. ദെൻ നിയർ ഷോറിങ്. അതായത് ഇപ്പോൾ ഏറ്റവും അടുത്തുള്ള രാജ്യത്ത് നിന്ന് എന്ത് ചെയ്യുന്നു, ആ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് വാങ്ങുന്നു. ഇപ്പോൾ എക്സാമ്പിൾ, അമേരിക്ക, മെക്സിക്കോയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പ്രൊഡക്ട്സിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ബൈ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഗ്ലോബൽ സോഴ്സിങ്ങിൻ്റെ സ്ട്രാറ്റജീസ്. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ചിലവ് കുറയും, അതുപോലെ തന്നെ ക്വാളിറ്റി റിച്ചുള്ള റോ മെറ്റീരിയൽസ് നമുക്ക് ലഭിക്കും, പിന്നെ പുതിയ ടെക്നോളജീസ് കിട്ടും, അതുപോലെ തന്നെ മത്സരം നമുക്ക് കൂടുതൽ വർദ്ധിക്കും. ഇതിൻ്റെ ചലഞ്ചസ് ആയിട്ട് വരുന്നത്, നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഡെലിവറി ചെയ്യണത് കാരണം മേ ബി അത് കുറച്ച് ലാഗ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഡെലിവറി. അതുപോലെ തന്നെ കറൻസി എക്സ്ചേഞ്ച് റേറ്റിൽ ചേഞ്ച് വരുന്നത് കാരണം അവിടെ നമുക്ക് റിസ്ക് ഉണ്ട് അവിടെ നിന്ന് മെറ്റീരിയൽസ് വാങ്ങണതിൽ. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ചലഞ്ചസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ 3rd മൊഡ്യൂളിൻ്റെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് മൊഡ്യൂൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലെടുക്കാം.